നമ്മുടെ ശൂന്യതയ്ക്ക് മാറ്റം വരാൻ ദൈവം നമ്മളോട് സംസാരിക്കും. പത്രോസ് അത് കേട്ടിട്ട്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞു. അതേ പ്രിയരെ, പത്രോസ് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്. ആ ശൂന്യമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് പത്രോസ് നെഗറ്റീവ് മാത്രം പറഞ്ഞില്ല, മറിച്ച് നാഥാ എന്നൊരു വിളി വിളിച്ചു. രണ്ടാമത് അദ്ദേഹം ചെയ്ത കാര്യം, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. അതെ, പത്രോസ് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട്, യേശുവിന്റെ വാക്ക് കേട്ടുകൊണ്ട്, പ്രതീക്ഷയുടെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ താൻ പറഞ്ഞു. നിന്റെ വാക്കിന് വലയിറക്കാം. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കുറവുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. പോസിറ്റീവ് നമ്മൾ പറയണം. ഞാൻ ഉയരും, ഞാൻ മാനിക്കപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ബലപ്പെടും, ഞാൻ ശക്തി പ്രാപിക്കും, ഞാൻ കർത്താവിന് വേണ്ടി ഓടും, എന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയണം. ഒന്നും കിട്ടിയില്ല, അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ പത്രോസ് പിന്നെ പറയാൻ തുടങ്ങി, നാഥാ, നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അതെ, നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ, ഒന്ന്, നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക, രണ്ട്, യേശു പറയുന്നത് അനുസരിക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശൂന്യതയ്ക്ക് മാറ്റം വരും.